നാട്ടിലെ ചേട്ടന്മാരാണ്. അപ്പോൾ ഇന്ന് വാവ് ദിവസം ആയതുകൊണ്ട് അമ്പലത്തിൽ ബലിയിടാൻ അമ്പലത്തിൽ ഇത് ഒന്നുകൂടി പറയാം. ഹായ്, അപ്പം ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മൾ വീഡിയോ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ വീട്ടിലൊക്കെ വെള്ളം കയറിയിരുന്നല്ലോ, ആ വെള്ളമൊക്കെ വലിഞ്ഞ് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ അതിന് ശേഷമുള്ള കാഴ്ചകൾ കാണിച്ചു കേട്ടോ, അന്നും ഇന്നും നടന്നിട്ട്. ഓക്കെ, ഇവിടെ കേട്ടോ, ഇവിടെ വരെ വെള്ളം ഇറങ്ങിനി കേട്ടോ. നമ്മൾ കഴിഞ്ഞ വ്ളോഗിൽ കണ്ടില്ലല്ലോ, ഇവിടെയൊക്കെ വെള്ളം ഇനി വെള്ളം വലിഞ്ഞിട്ട് നമ്മൾ പോയി നോക്കാം എന്തൊക്കെ മാറ്റങ്ങളാ സംഭവിച്ചത്. നമ്മൾ ഓംലെറ്റും കട്ടനും ഉണ്ടാക്കിയ സ്ഥലം കേട്ടോ അത്. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമാണ് നിറഞ്ഞ്. ഇത് കടികളൊന്നും ഒഴുകിയൊന്നുമില്ല, മരങ്ങൾ അവിടെ ആയിരുന്നു പൊതുവേ നമ്മള് ഉണ്ടാവല്. കായലിൻ്റെ ഇതൊക്കെ കണ്ടോ, നഷ്ടമില്ല. അതാ ആ മരമൊക്കെ കണ്ടോ, അവിടെ വരെ വെള്ളമായിരിക്കും അല്ലേ. അതായിരിക്കും ഇങ്ങനെ കായലൊക്കെ ഇങ്ങനെ ആയതല്ലേ. വെള്ളത്തിന്റെ കലക്കൊക്കെ മാറിയില്ലേ, ചളീൻ്റെ ഒരു മണല്ലേ, സ്മെല്ല് വരുന്നില്ലേ. വാ നമുക്ക് വെള്ളം കാണാൻ പോവാ. ഇതാണ് ഞങ്ങളെ അല്ലു. വെള്ളം കാണാൻ സ്കൂളൊന്നും ഉണ്ടല്ലോ അല്ലേ. ഇനിയിപ്പോൾ എന്നാ സ്കൂളിൽ സ്കൂളില്ലേ നോക്കണേ, അങ്ങോട്ട് നോക്കണ്ടേ. പാലത്തിനുള്ളിൽ പോയിട്ടല്ലേ നീ വന്നിട്ടുണ്ടോ അങ്ങോട്ട്? പാലത്തിൻ്റെ ഉള്ളിൽ വന്നില്ലേ? വന്നില്ല. നോക്ക് ഇവിടെയൊക്കെ ക്ലീൻ ആയിട്ട് നോക്ക്. നല്ല വൃത്തി വന്നില്ലേ. ഓരോ വെള്ളപ്പൊക്കം വന്നതൊക്കെ ക്ലീൻ ആവും. ഇതെന്താണ് ഇവിടെ ഇവിടെ അങ്ങനെ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടോ? അരിയൊക്കെ സാധനമൊക്കെ അവര് ചിലപ്പോൾ ഇടുന്നതായിരിക്കും അല്ലേ. ഇവിടെയൊക്കെ ഫുള്ള് വെള്ളമല്ലോ, പാലം മൊത്തം കളി കളി വാങ്ങിക്കുന്നേ. ചളിയുണ്ട് അവിടെ ഇപ്പോൾ പണിയെടുക്കുന്നുണ്ടോ? ഇപ്പം എങ്ങനെയാ പോവാ? ഐ തിങ്ക് ഞാനിങ്ങനെ എടാ ചവിട്ടല്ലേ. ഞാൻ തന്നെ ക്യാമറമാൻ വരൂ. ചൂണ്ടലിടല്ലേ, മീൻ പിടിക്കില്ലേ? ഉണ്ട്. ആ ഉറുമ്പ് 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 ആ കടിച്ച് 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 കടിച്ചു. എന്താടി നോക്കിക്കേ. സാധനം കാണിച്ചാ എന്താ ഇവിടൊക്കെ പൊയ്ക്കോ, കഷ്ടപ്പെടുന്ന അച്ഛനെ കാണിച്ചെടുക്കാം. ഇതാണ് ഞങ്ങളുടെ നാട്. നാട്ടിലെ ചേട്ടന്മാരാണ്. അപ്പോൾ ഇന്ന് വാവ് ദിവസം ആയതുകൊണ്ട് അമ്പലത്തിൽ ബലിയിടാൻ അമ്പലത്തിൽ ഇത് ഒന്നുകൂടി പറയാം. ഇന്ന് വാവ് ദിവസം ആയതുകൊണ്ട് ഇവിടെ അമ്പലത്തിൽ ചെറിയ ബലികർമ്മമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള സാധനങ്ങൾ പന്തലുകളൊക്കെ മാറ്റിയിട്ട് അവർ കൊണ്ടുപോകാണ്. മീൻ പിടിക്കുന്നത്
പോട്ടെ പോട്ടെ. നമ്മൾക്ക് ഒരു സാധനം കാണിച്ചു കേട്ടോ. ഈ വെള്ളത്തില് മീൻ പിടിക്കുന്ന രണ്ട് ചെങ്ങായിമാരെ കാണിച്ചതേ. മോനെ മുള്ള് മുള്ള് നമുക്ക് ഇടയില്ലേ ചൂണ്ടല്? ചൂണ്ടലുണ്ടോ? ചൂണ്ടല് ആൾക്കാരുണ്ട് നമുക്ക് ഇടയില്. അശ്വതിക്ക് പിടിക്കാൻ അറിയോ? ചൂണ്ടലിട്ടിട്ട് മീൻ പിടിച്ചിട്ട് നമുക്ക് എന്താ ഉണ്ടാക്കുക? പൊരിക്കുക, ഫ്രൈ ആക്കല്ലേ? അടുത്ത വ്ലോഗ് അത് ചെയ്യണേ. മീൻ കിട്ടുമോ? ഉണ്ടാവുന്നല്ലോ. അറിയില്ല, ഫുള്ള് കാടാണ്. ചെറുതിനെ കൊണ്ട് വന്ന് കണ്ടിട്ട് ഇന്റർവ്യൂ എടുക്കട്ടെ. മീന് എങ്ങനെയാ കിട്ടുക അവിടുന്ന്? ഇങ്ങനെ കുറെ നേരമായി തുടങ്ങിയിട്ട്. ഇതിനെന്താ ഇതെന്താ ഇതാ മണ്ണിരയാണോ? വേറെ ഒന്നും ഇടൂല? വലിയ മീനൊക്കെ ഉണ്ടാവും ഇവിടെ? കിട്ടിയില്ല തീരെ? അപ്പൊ കിട്ടിയ എന്താ ചെയ്യാ ഇങ്ങനെ? ടേസ്റ്റ് ഉണ്ടോ? അല്ല, ഈ സാധനം കിട്ടിയാല് ഇലയിലാക്കി വെക്കുക? അതാ അവര് പോകുന്നു. നിങ്ങൾ എവിടെ ഉള്ള ആൾക്കാരാ? ഓ, ചുല്ല. ഇവിടെ അടുത്താണോ? ഇവിടെ വെള്ളം കയറിയ സമയത്ത് നിങ്ങൾ മീൻ പിടിക്കാൻ വന്നിനി? എനിക്ക് ട്യൂബ് എടുത്തിട്ട് ഇങ്ങനെ ട്യൂബിൽ വെക്കാൻ പറഞ്ഞില്ലേ? രസം ഉണ്ടാവൂലേ? പൊളിക്കും. ഇവിടെ കടവൊന്നുമില്ലല്ലോ ഇവിടെ ഭാഗത്ത്. അപ്പുറത്തേക്ക് പക്ഷെ ഇവിടെ ആരൊക്കെ വന്ന് കുളിക്കുന്നത് കാണാം. അവിടെ കല്ലുണ്ട്. ഇവിടെ നല്ല ചളി കഴിക്കുന്നുണ്ടാവാ. ഇത് മറ്റേതിന്റെ വേസ്റ്റ് ആയിരിക്കില്ലേ? പിന്നെ കൊറേ ഇടുന്നുണ്ട്. ഇത് മൊത്തം മുങ്ങിയതാട്ടോ ഇവിടെ മൊത്തം. ഈ പാലം ഫുള്ളായിട്ട് കവർ ചെയ്ത്. അപ്പൊ എത്ര വെള്ളം ഉണ്ടാവൂലേ? അപ്പൊ നമ്മൾ അവിടെ ഉള്ള പാലം കിടന്നിണ്ടാവില്ല? മറ്റേ തകരത്തിന്റെ ഇരുമ്പിന്റെ പാലം. ഒരു പാലം ഉണ്ട് ഗൈസ്, നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരുന്നുണ്ടല്ലേ. നമുക്ക് അങ്ങോട്ട് പോയല്ലോ. പോവാതാ അപ്പുറത്തെ പാലത്തിൽ പോയിക്കോണേ. ഇഷ്ടപ്പെട്ടോ സ്ഥലം? ഇഷ്ടപ്പെട്ടോ നമുക്ക്? ഈ ഇവിടെ സ്ഥലം എങ്ങനെയുണ്ട്? സ്ഥലം എങ്ങനെയുണ്ട്? സൂപ്പർ. പറ സൂപ്പർ. ഇനി അപ്പുറത്തെ പുഴ കാണാൻ പോവാം. അവിടെ ഒരു പാലല്ലേ? ഇത് കാണാട്ടോ. വാ ക്യാമറമാൻ വാ. ക്യാമറമാൻ കൊഴിഞ്ഞോ? ക്ഷീണിച്ചോ? ഇവിടെയൊക്കെ പോലുണ്ട്. ഇവിടെയൊക്കെ നല്ല ആഴം ഉണ്ടാവൂലേ? എടി മഴ വരുന്നുണ്ടോ? അയ്യോ ഗൈസ്, മഴ. ഉറുമ്പുണ്ടാവും, നോക്കിക്കോ. അയ്യോ എടാ, ഓടല്ലേ. ഇതാ നോക്ക്, ഓടല്ലേ. എടി എന്റെ കാലിന് എന്താ വേണ്ടത്? ഇപ്പൊ പറ്റിയ മുറി അതിയല്ല അല്ലേ? എനിക്കും കിട്ടിയടി. ഇതെന്താടിയോ മോളെ? ഫോണൊക്കെ ഇപ്പൊ ഞാൻ എറിയിട്ടൊന്ന് പിടിക്കേ. അതുവരെ എനിക്ക് കിട്ടിയില്ലയോ? എടി ഇത്
നീറൊന്നല്ല, നീറ് നീറൊന്നുമാണ്. ഇനി അമ്മയ്ക്ക് പ്രാണവേദന. അയ്യോടിക്കണ്ട് ഇടി നീറാണ്. പോലെ പോലെ ഗൈസ്, അവരിതാ ഇവിടെ എത്തിട്ടോ. കിട്ടിയോ? എവിടെ? അത് കുഴപ്പമില്ല. എടാ കാണിക്കട ഇവിടേക്ക് ഇവിടേക്ക്. അത് കാണൂല ഇടയ്ക്ക്. ഓ അതിനെ പിടിച്ചു നോക്ക്. മഴ വരുന്നുണ്ടല്ലോ. ഞങ്ങളെ പൊരിച്ച് തിന്നി പിടിച്ചിട്ട്. ഞങ്ങളെന്നാ പോട്ടെ. ഇതിന്റെ അല്ലൂസ് ആട്ടോ. അല്ലൂസ് ഇവനൊരു മാജിക് കാണിച്ചു തരും. ഒന്ന് കാണിച്ചു കൊടുക്ക്. എലിന്റെ ബെല്ലായി കൊടുക്ക്. കണ്ടാ നല്ല ബെല്ലാക്കിയാണ്. ഇളകുന്നുണ്ട് അത്. ഇളകുണ്ട്. അമ്മേ ഞാൻ പറിച്ചുതരാം. ഇവിടെ പറിക്കാത്. പൈസ ഇല്ലാതെ പറിച്ചുതരാ. ഒന്നോള് പറിക്കി. മറ്റേ ഇതില്ലേ ചേരീന്റെ സാധനം ഇട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഉച്ചവരെ ഭയങ്കര ഇവിടുത്തെ പല്ല് ഡോക്ടർ, നമസ്കാരം ഡോക്ടർ. ഇത് ഞാൻ പൈസ അപ്പൊ വരയ്ക്കാം. രണ്ടെണ്ണം ഒരുമിച്ച് ഒരേ സൈസില്. അശ്വതി പറിച്ചിരുന്നാ ഡോക്ടറാ. ഡോക്ടർ ഒറിജിനൽ ഡോക്ടറോട് എത്തിയില്ല. ഓള് പറിച്ചു കേട്ടോ. അപ്പൊ എങ്ങനെയാ ഭക്ഷണമൊക്കെ കഴിക്കുക? പ്രശ്നമില്ലല്ലോ. ഇതൊക്കെ ഇറച്ചിയൊക്കെ കഴിക്കുമ്പോ അങ്ങനെ അമ്പൂലേ? അപ്പൊ പല്ല് കഴിഞ്ഞൂലേ? ഒരു നെല്ലിക്കട്ടെ ഒറ്റ കടി അടിച്ചാല് നൂല് കൊടുക്ക്, നൂല് കൊടുക്ക്, കെട്ടുക. പിടിച്ചേക്കട്ടെ, പല്ലറിക്കട്ടെ. ഒരു വ്ളോഗ് എടുക്കാൻ പോക്ക്, പല്ല് ഇറക്കിന്റെ വ്ളോഗ്. അവന്റെ അമ്മ നമ്മളെ ശരിയാക്കൂലേ? ഗായ്സ്, അശ്വതിക്ക് ഒരു കുട്ടുണ്ട്. അശ്വതിന്റെ മോന. ടാറ്റ കൊടുക്ക്. ടാറ്റ. എന്താണ് ഇവിടെ എങ്ങോട്ടാ പോകുന്നേ? എന്താണ്? ടാറ്റ പോവാ. ടാറ്റ. എന്താ നോക്കുന്നേ? ഗൈസ്, ഞങ്ങൾ ഇന്ന് വീഡിയോ എടുക്കാൻ വന്നായിരുന്നു. അപ്പോൾ ഞങ്ങളെ ചേച്ചിയമ്മ ഇവിടേക്ക് ബിരിയാണിക്ക് വേണ്ടി ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ചെമ്മീൻ ബിരിയാണി കഴിച്ചു വരാം. ബാ. കുറച്ച് മതി. ചെമ്മീൻ ബിരിയാണി കേട്ടോ ഞങ്ങൾ സ്പെഷ്യൽ. ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു വന്നോണ്ട് ഞങ്ങൾ ഒരു ട്രിപ്പ് അടിച്ചതാണ്. ഇപ്പം അതിൻ്റെ ഇങ്ങനെ നിർബന്ധിക്കുമ്പോൾ കഴിച്ചില്ലെങ്കിൽ മോശമല്ലേ? ഗൈസ്, ഞങ്ങൾ അടുത്ത പാലമുണ്ട്, ആ പാലത്തിൻ്റെ അടുത്തേക്ക് പോകും കേട്ടോ. മഴ കുറച്ചൊന്ന് ചോർന്നുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയി വരാം. ഇതിവിടെ കുറേ കൃഷ്ണമുടി ആണല്ലോ. ഓണത്തിൻ്റെ എഫക്റ്റ് ഇതൊക്കെയുണ്ട്. കൃഷ്ണമുടി നമുക്ക് ഓണത്തിന് പറിക്കണ്ടല്ലോ. പറിക്കണ്ട, വെറുതെ നശിപ്പിക്കണ്ട. ഓണം ഉണ്ടോ പ്രാവശ്യം? ഓണമില്ല. ഞങ്ങൾക്ക് ഓണം ഉണ്ടോ? എല്ലാം തോന്നുന്നു. ഓണമില്ല. ഇവിടെ അല്ലേ പാലം? പോയി നോക്കാം. നമ്മൾ കുറേ ആയില്ല ഇപ്പം ഇങ്ങോട്ടൊക്കെ വന്നിട്ട് വീഡിയോ എടുക്കാനൊക്കെ. നമ്മളെ വീടൊക്കെ അവിടെ. ഗൈസ്, ഞങ്ങൾ വീഡിയോ എടുക്കുന്ന വീടാണ് കേട്ടോ ഇവിടെ ഒരു സ്പോട്ട്. ഗൈസ്, ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്ക് പാലാണ് കേട്ടോ. എന്താ ചുറ്റുപാലാണ്. എന്താ ഇവിടെ വഴിയൊക്കെ ബ്ലോക്കായി. അതിനുള്ളിൽ നോക്കും മൊത്തം പൊളിഞ്ഞ നീരാച്ചാട്ടില്ലേ? ഇല്ല, മൊത്തം പൊളിഞ്ഞു. ഇനി പക്കരയ്ക്കൊക്കെ കഴിയില്ലല്ലേ? ഇതിപ്പോൾ വെള്ളം വന്നിട്ടായതല്ലേ ഇങ്ങനെ? നമ്മൾ പോകുന്ന പാലല്ലേനോ? അതെ. ഇനിയിപ്പം നമുക്ക് പോകണ്ട, പുതിയ പാലം വന്നിട്ട് പോവാം. ഇതാണ് സംഭവം. കുറേ ഇതെത്ര വർഷം ഉണ്ടാവും? അത് കുറേ വർഷമില്ലേ? ഞാനെത്ര ക്ലാസ്സിലാണ്? 8ൽ അങ്ങനെന്താ പഠിക്കുന്നില്ലേ വന്നത്? അതായത് ഒന്ന് ഇളക്കി വെക്കാനോ? എന്താ പേടി? എന്തെങ്കിലും പൊട്ടി വീണാലേ.
ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾക്കൊക്കെ പോകുന്നൊരു കുറുക്ക് വഴി കേട്ടോ. ഇതിലെ പാലക്കുറ്റിയിലേക്ക് പോകണമെങ്കിൽ അതിലെ റോഡ് വഴി പോകണം. ഇതിലാകുമ്പോൾ ഈ ഒരു പാലം കഴിഞ്ഞാൽ നേരെ അങ്ങാടിയിലെത്തും. ഇനിയിപ്പോൾ അതൊന്നും ഇല്ലാതെയായി. ഇനിയിപ്പം എല്ലാവരും കുറച്ചൊന്ന് പണി വിടും. നല്ലൊരു പാലല്ലേ. പള്ളി ഉണ്ടോ ഇവിടെ, കടവൊക്കെ ഉണ്ട്. ഞങ്ങൾ സ്ഥിരം സ്പോട്ടായിരുന്നു. ഇവിടെയാണോ ഞങ്ങളപ്പോൾ കുളിക്കാൻ വരുന്നത്? ഞങ്ങൾ അപ്പുറത്തെ ഭാഗത്തേക്കാണ് പോകുന്നത്. പണ്ട് കേട്ടോ, ഇപ്പോഴൊന്നല്ല. പണ്ട് 2015 അതാണോ മറ്റേ ഡെന്റൽ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ വീഡിയോ എടുത്തില്ലായിരുന്നോ ഫുഡ് ഫുഡ് കഴിക്കുന്നത്? അത് അതാണ് റിലയൻസിന്റെ അടുത്തുള്ള അതല്ലേ? നൈറ്റ് വൈബ് അല്ലേ? അതാണത്. ഇതാണത്. കണ്ടോ പാലത്തിൻ്റെ അവസ്ഥ? കുറേ എന്തൊക്കെയോ കച്ചറകൾ വന്ന് കൂടിയിട്ടുണ്ട്. ശരിയില്ലേ? ഇതാണിപ്പോൾ ഉണ്ടാക്കുക ഒരു പുതിയ പാലം ഉണ്ടാക്കും. പഞ്ചായത്ത് ഉണ്ടാക്കാൻ പറ്റും. നാട്ടുകാരെന്തെങ്കിലും പറഞ്ഞു മേ ബി. ഓരോ ഫ്ലഡും ഓരോ നാശം വിതയ്ക്കുന്നു. നമുക്കൊക്കെ ചെറുതല്ലേ വന്നില്ല. അതെ, നമ്മളിങ്ങനെ അപ്പോൾ അത്രയ്ക്കല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ നാട്ടിലെ അവസ്ഥ. ഇതിന് ശേഷം ഞങ്ങളുടെ നാടിൻ്റെ അവസ്ഥ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇന്നൊരു വ്ളോഗ് എടുത്തത്. അപ്പം ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.